ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നല്ല വേനൽക്കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതായിട്ട് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു സമയത്താണല്ലോ നമ്മുടെ ബൊഹേൻ വില്ലാസ് ഒക്കെ പൂവിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൊഹേൻ വില്ല ചെടികൾ. ഞാൻ എവിടെ കണ്ടാലും നോക്കുന്ന ഒരു ചെടികളാണ്. ഇപ്പം നമുക്ക് സാധാരണ നഴ്സറികളിലൊന്നും സാധാ ചെടികളൊന്നും കിട്ടത്തില്ല. മുള്ളുള്ള ടൈപ്പ് ബൊഹേൻ വില്ലാസ് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഹൈബ്രിഡ് ടൈപ്പൊക്കെ അല്ലേ ഉള്ളത്. അതിനാണെങ്കിലോ നല്ല റേറ്റുമാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴിയിലൊക്കെ കാണുമ്പോഴും ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ബൊഹേൻ വില്ലാസിൻ്റെ കമ്പൊക്കെ കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ കമ്പ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇതുപോലെ ഉണ്ടായിരുന്ന ചട്ടിയിൽ പ്രത്യേകിച്ച് പോട്ടിങ്സ് പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ സാധാ ഒരു ചട്ടിക്കകത്ത് അതിൻ്റെ ഇലയൊന്നും കളഞ്ഞില്ല. അതുപോലെ തന്നെ ആ കമ്പ് കൊണ്ടുവന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങ് കുത്തി അങ്ങ് വെച്ചു. ഒത്തിരി പേര് പ്ലാസ്റ്റിക് കവറൊക്കെ ഇടണം, കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു. എനിക്ക് അതിനൊന്നും ഉള്ളൊരിതില്ലായിരുന്നു. ഞാൻ വെറുതെ അതങ്ങ് കുത്തി അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ അനക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ടായിരുന്നു അത്യാവശ്യം. കവറിടാനോ ഒന്നും പോയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ട. നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് വെട്ടി ഇതാക്കിയിട്ടൊന്ന് കുത്തി വെച്ചാൽ തന്നെ അത് കിളുക്കുവേ. ഈ ഒരു ബൊഹേൻ വില്ല കണ്ടോ, ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. വലിയ മുള്ളൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു വെറൈറ്റിയാണ്, ഒരു വയലറ്റ് കളറാണ്. അത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നല്ല തണുപ്പായതുകൊണ്ട് അത്യാവശ്യം അവിടെ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഞാൻ അത് കൊണ്ടുവന്ന് വെച്ചാൽ കിളുക്കുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല. അതിൻ്റെ തന്നെയാണ് കേട്ടോ ഇതും. അങ്ങനെ അതുകൊണ്ട് കുത്തി വെച്ചപ്പോൾ അതും കിളുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഞാനത് അനക്കിയിട്ടൊന്നുമില്ല. വെള്ളം ഒഴിച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്രണ്ണം കിളുക്കുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ 1-2 ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിന് ചെയ്യാനില്ല കേട്ടോ. അത്യാവശ്യം കിട്ടുന്ന കമ്പൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ കുത്തി വെച്ചാൽ മാത്രം മതി. അത്യാവശ്യം വെയിലുള്ളിടത്ത് തന്നെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി കെയറിങ് ഒന്നും ബൊഹേൻ വില്ലാസിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ തന്നെ അത് കിളുത്ത് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. എനിക്കും ഉണ്ടായിരുന്നു, ഇങ്ങനെ കമ്പ് വെച്ചാൽ ബൊഹേൻ വില്ലാസ് കിളുക്കുവോ അതോ ഇതാവുമോ എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ 2-3 കമ്പ് കൊണ്ടുവന്നു. അതിലെല്ലാം ഒന്നും കിളുത്തില്ല. 2-3 കിളുത്ത് കിട്ടി കേട്ടോ. അതിന് പൂവും വന്നു തുടങ്ങി. എനിക്ക് ഈ ബൊഹേൻ വില്ല ചെടികളുടെ വെറൈറ്റീസിൻ്റെ പേരോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. കാണുമ്പം നല്ലതെന്ന് തോന്നുന്നത് ഞാനങ്ങ് വാങ്ങുവാണ് ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ പേരോ അങ്ങനെ ഒന്നും അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി വെള്ളം വേണ്ടാത്തൊരു ചെടിയാണെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് പൂ ഇടുന്നതുകൊണ്ട് ഈ കമ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂ ഇടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ മുല്ലക്കമ്പ് കണ്ടോ, ഇതുപോലെ പൂ ഉണ്ടാവുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞതായിരുന്നു. ഞാനത് ജസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചപ്പോൾ തന്നെ അതിനകത്ത് ഇപ്പോൾ പൂ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷം. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ.